അപ്പോൾ നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് ഒരു ഇച്ചിരി വലിയ മൊഡ്യൂളാണ്. ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാം അതായത് ആദ്യത്തെ മൊഡ്യൂൾ തന്നെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സുകളും ഒരു പക്ഷെ നമുക്ക് നമ്മുടെ മെമ്മറിയിലോട്ട് വരത്തില്ലായിരിക്കാം. ബട്ട് നമുക്ക് 4 മൊഡ്യൂളും കഴിഞ്ഞ് കഴിയുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അവസ്ഥ. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നമുക്ക് ആദ്യമേ നമ്മുടെ ആദ്യ ഫസ്റ്റ് ടോപ്പിക് തന്നെ ഇൻട്രോഡക്ടറി പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതിനകത്ത് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാം. അപ്പൊ അത് പറയുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ബേസിക് ആയിട്ട് എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പം ആക്ച്വലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. ഓക്കെ, എന്നാലും നമുക്ക് പറയാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ നമുക്കിപ്പോ നമ്മുടെ മുന്നിൽ ഒരു എന്താ പറയുക ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിവൈസ് ഉണ്ട്, CPU ഉണ്ട്, മൗസ് ഉണ്ട്, അതുപോലെ തന്നെ കീബോർഡ് ഡിവൈസസും അല്ലെങ്കിൽ എന്ത് ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ തന്നെയും നമുക്ക് അത് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് നമ്മളെന്ന് പറയുന്ന യൂസറിന് ആ ഒരു ഹാർഡ്വെയർ ഡിവൈസുമായിട്ട് മോണിറ്റർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കീബോർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ ഡിവൈസുമായിട്ട് നമുക്ക് യൂസർ എന്ന് പറയുന്ന ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യൂസർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി മെഷീൻ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് എന്തായാലും നമുക്ക് എന്താണ് ഒരു ഇന്റർഫേസിന്റെ ആവശ്യകത ഉണ്ട് അല്ലെ? ആ ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് പറയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ആദ്യകാലത്തൊക്കെ നമ്മൾ പറയായിരുന്നു എന്താ സോഫ്റ്റ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്ന പാർട്സ് ഒക്കെ ഹാർഡ്വെയർ ആണ്. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എല്ലാം സോഫ്റ്റ്വെയർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ 2 ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർസ് പറയാറുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും, നമ്മുടെ സിസ്റ്റത്തിന് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു പോയിന്റ് ആണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പം സിസ്റ്റം സോഫ്റ്റ്വെയർ എന്തിനാണോ അത് തന്നെയായിരിക്കും OSന്റെയും പർപ്പസ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നാണ് സിസ്റ്റത്തിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറെ പ്രോഗ്രാംസിന്റെ കളക്ഷൻ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ സിസ്റ്റം നമുക്ക് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറെ പ്രോഗ്രാംസിന്റെ കുറെ സെറ്റ് ഓഫ് പ്രോഗ്രാംസിന്റെ കളക്ഷൻ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആക്ച്വലി ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസറും ഹാർഡ്വെയർ ഡിവൈസും തമ്മിൽ ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ശരിക്കും നാച്ചുറലി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് 4 ആയിട്ട് നമുക്ക് അവിടെ ഡിവിഷൻ നടത്താം. ഓക്കെ, 4 ഡിവിഷൻ വരുന്നുണ്ട്. അതായത് ഏറ്റവും ടോപ്പിൽ നമുക്ക് എൻഡ് യൂസേഴ്സ്. ഓക്കെ, അതിന്റെ താഴത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുമ്പം കമ്പൈലർ ഉണ്ടാവാം, ഇന്റർപ്രറ്റർ, അസംബ്ലേഴ്സ്, ലോഡേഴ്സ്, ഇതെല്ലാം എന്താണ്? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹാർഡ്വെയർ. 4 ലെവൽ അവിടെ വരുന്നുണ്ട്. ഏറ്റവും മേളില് യൂസർ, രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, തേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാസ്റ്റ് താഴെ എന്താ? ഹാർഡ്വെയർ. ഓക്കെ, അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഹാർഡ്വെയറിന്റെയും യൂസറിന്റെയും ഇടയ്ക്ക് ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന വിത്ത് ഹെൽപ്പ് ഓഫ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിന്റെ ഹെൽപ്പോട് കൂടി എന്താണ്? ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യകാലത്തൊക്കെ നമുക്ക് എവല്യൂഷൻ ഒന്നും പഠിക്കാനൊന്നും ഉണ്ടായില്ല. പഴയ സിലബസിലൊക്കെ നമുക്ക് ഫസ്റ്റ് ആദ്യമേ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എവല്യൂഷൻ ഒക്കെ ആയിരുന്നു നമുക്കുണ്ടായത്. ഇപ്പൊ പുതിയ സിലബസ് വന്നതോടുകൂടി സിലബസ് അപ്പടെ മാറി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ആദ്യ കാലത്തുണ്ടായിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തായാലും
വർക്കിംഗ് എന്ന് പറയുന്നത് ഒത്തിരി വ്യത്യാസമായിരിക്കും അല്ലെ. ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്ന ബാച്ച് പ്രോസസിംഗ് സിസ്റ്റം ഒക്കെ ആയിരുന്നു. അതുപോലെ ഒന്നും അല്ല ഇപ്പോഴത്തെ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ പോർഷൻ നമ്മുടെ സിലബസിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വരുന്നത് മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇന്നത്തെ കാലത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഓക്കെ, മെയിൻ ആയിട്ടും അവിടെ 3 പോയിന്റ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് വെർച്വലൈസേഷൻ, രണ്ടെന്ന് പറയുന്നത് കൺകറൻസി, തേർഡ് എന്ന് പറയുന്നത് പെർസിസ്റ്റൻസ്. ഓക്കെ, അപ്പം വെർച്വലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാം. വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇമാജിനറി കൺസെപ്റ്റ് ആണ് അല്ലെ. അപ്പൊ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇല്യൂഷൻ ആണ് ശരിക്കും ആക്ച്വലി. ഓക്കെ, അതായത് ഇപ്പോ കുറെ യൂസേഴ്സ് ഉണ്ട്, ഒരൊറ്റ CPU ഉള്ളൂ. ഓക്കെ, കുറെ യൂസേഴ്സ് ഉണ്ട്, ഒറ്റ CPU. ഓക്കെ, അപ്പം ഇപ്പൊ യൂസർ 1, യൂസർ 2, യൂസർ 3, യൂസർ 5, 5 യൂസേഴ്സ് ഒരൊറ്റ CPU യൂസ് ചെയ്യാം. പക്ഷെ ഓരോ യൂസറിനും, അതായത് യൂസർ 1ന് ഫീൽ ചെയ്യുന്നത് യൂസർ 1ന് വേണ്ടിയിട്ടാണ് CPU വർക്ക് ചെയ്യുന്നതെന്നായിരിക്കും. ഓക്കെ, യൂസർ 2 വിചാരിക്കുന്നത് യൂസർ 2ന് വേണ്ടിയിട്ടാണ് CPU വർക്ക് ചെയ്യുന്നതെന്നാണ്. അതുപോലെ തന്നെ യൂസർ 3 വിചാരിക്കും യൂസർ 3ക്ക് വേണ്ടിയിട്ടാണെന്ന്. അതായത് അവിടെ ഒരു ഒറ്റ CPU വെച്ചിട്ട് തന്നെ വെർച്വലൈസേഷൻ ആണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂസറിന് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല, അതായത് CPU എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ള ഫീലിംഗ് യൂസറിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മൾട്ടിപ്പിൾ പ്രോഗ്രാംസിനെ അറ്റ് എ ടൈമിൽ റൺ ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയാം? വെർച്വലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, വെർച്വലൈസേഷൻ എന്ന് പറയുന്ന 2 രീതിയിൽ വരാം. ഒന്നെങ്കിൽ CPU വെർച്വലൈസേഷൻ ആവാം, ഇല്ലെങ്കിൽ അവിടെ നമുക്ക് മെമ്മറി വെർച്വലൈസേഷനും ആവാം. ഓക്കെ, അപ്പൊ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താണ്? ഒരു ഇല്യൂഷൻ ആണ് അവിടെ ഉണ്ടാക്കിയെടുക്കാം. എന്ത് ഇല്യൂഷൻ ആണ് ഉണ്ടാക്കിയെടുക്കാം? ഒന്നിലധികം ഈ CPU ഉള്ള പോലെ ഒരു ഫീലിംഗ്. ഓക്കെ, ഒന്നിലധികം യൂസറിന് വേണ്ടിയിട്ട് ഒന്നിലധികം CPU വർക്ക് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. വെർച്വലൈസേഷൻ, മേക്കിംഗ് വൺ കമ്പ്യൂട്ടർ ലുക്സ് ലൈക്ക് മെനി. ഒരു കമ്പ്യൂട്ടർ തന്നെ, ഒറ്റ കമ്പ്യൂട്ടർ ഉള്ളൂ, പക്ഷെ എന്താണ്? ഒന്നിലധികം പോലെ വർക്ക് ചെയ്യും. ഓക്കെ, വെർച്വലൈസേഷൻ ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് യൂസ്ഫുൾ ഇല്യൂഷൻസ്. ഓക്കെ, അത് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ ഫോൺ ഒക്കെ അല്ലെ, നമുക്ക് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ വിൻഡോസ് ഓപ്പൺ ആക്കാൻ പറ്റും അല്ലെ. അതാണ് എന്തെന്ന് പറയുന്നത്? അത് ശരിക്കും ആക്ച്വലി ഒരു വെർച്വലൈസേഷൻ ആണ്. മൾട്ടിപ്പിൾ വിൻഡോസ് നമുക്ക് അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്താണ്? വെർച്വലൈസേഷൻ ആണ്. Okay, virtualization means even on a single CPU, the OS gives each running program the illusion that it has its own private processor. അതായത് ഒരൊറ്റ CPU ഉള്ളൂ. Physically there is only one CPU. Okay, there is more than one program. കുറെ പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ ഈ പ്രോഗ്രാം അറ്റ് എ ടൈമിൽ ഒരെണ്ണം മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അവിടെ ഉണ്ടാവുന്ന ഫീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാംസ് എല്ലാം വിചാരിക്കുന്നത് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ആ CPU വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? CPU ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയും? CPU വെർച്വലൈസേഷൻ എന്ന് പറയും. ഇനി അതുപോലെ തന്നെ നമുക്ക് മെമ്മറി വെർച്വലൈസേഷൻ ഉണ്ട്. CPU വെർച്വലൈസേഷൻ ആൻഡ് മെമ്മറി വെർച്വലൈസേഷൻ. CPU വെർച്വലൈസേഷൻ മീൻസ് എന്താണ്? Your computer might have only one CPU, but the OS rotate between programs so quickly that every program feels like it has its own private processor. ഒന്നിലധികം പ്രോഗ്രാംസ് എന്താണ്? പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് ഓരോ പ്രോഗ്രാമിനും വേണ്ടിയിട്ടാണ് CPU വർക്ക് ചെയ്യുന്നുള്ള ഫീലിംഗ്സ്. The operating system does this by rapidly switching between programs, saving each program's progress, deciding which program runs next. ഈ 3 പോയിന്റ്സ് അവിടെ വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഒരു P1, P2, P3, P4, P5 ഇങ്ങനെ 5 പ്രോസസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് P1 ചെയ്യുന്നു. P1 ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യണം? സ്വിച്ച് ചെയ്തിട്ട് P2 ചെയ്യും, സ്വിച്ച് ചെയ്തിട്ട് P3 ചെയ്യും, പിന്നെ P1 ചെയ്യും. ഇങ്ങനെ റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? സ്വിച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? എല്ലാ പ്രോഗ്രാംസും വിചാരിക്കുക ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ് CPU വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയാം? CPU വെർച്വലൈസേഷൻ എന്ന് പറയാം. അവിടെ നമ്മൾ സ്വിച്ച് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ സ്റ്റേറ്റും ഇൻഫോർമേഷൻസും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ സേവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി ഏത് റൺ ചെയ്യണം എന്നുള്ള ഡിസിഷൻ അവിടെ എടുക്കേണ്ടി വരുന്നുണ്ട്. ഷെഡ്യൂളിംഗ്, ഈ 3 കാര്യങ്ങളും കൂടെ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെ നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നാണ് പറയുക. കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. ഓക്കെ, അപ്പം വെർച്വലൈസേഷൻ നടത്തണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യണം?
ഓരോ പ്രോഗ്രാംസിനെ സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യണം, അതിന്റെ PCBയിൽ സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ഏതിനെയാണോ റൺ ചെയ്യേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് PCBയിൽ നിന്ന് എടുത്തിട്ട് വേണം റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അവിടെ 3 പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ ഇത് CPU വെർച്വലൈസേഷൻ. ഇനി മെമ്മറി വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മെമ്മറി എന്നാണ് എല്ലാവർക്കും സെപ്പറേറ്റ് മെമ്മറി പോലെയുള്ള ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ആയിരിക്കും, പക്ഷെ ഓരോ പ്രോഗ്രാമും വിചാരിക്കുക എന്താണ്, ഓരോ പ്രോഗ്രാമിന് സെപ്പറേറ്റ് മെമ്മറിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷെ കോമൺ മെമ്മറി ആയിരിക്കാം. ഓക്കെ, കോമൺ മെമ്മറിയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ഓരോ പ്രോഗ്രാംസിന് സെപ്പറേറ്റ് മെമ്മറി സ്പേസ് യൂസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് മെമ്മറി വെർച്വലൈസേഷൻ എന്ന് പറയാം. The operating system gives each program its own private memory space, even though all programs share the same physical RAM. Okay, ശരിക്കും ആക്ച്വലി ഫിസിക്കൽ മെമ്മറി എന്ന് പറയുന്നത് കോമൺ ആണ്, ഷെയറബിൾ ആണ്. ഓക്കെ, പക്ഷെ എന്താണ്, ഓരോ പ്രോഗ്രാമിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് മെമ്മറി സ്പേസ് ഉണ്ടെന്നുള്ള ഇല്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, മെമ്മറി വെർച്വലൈസേഷൻ എന്ന് പറയാം. മെമ്മറി വെർച്വലൈസേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന 2 ടൈപ്പിലുള്ള അഡ്രസ് ഉണ്ട്. വെർച്വൽ അഡ്രസ്സും ഉണ്ട്, ലോജിക്കൽ അഡ്രസ്സും ഉണ്ട്. അപ്പം ആ മാപ്പിംഗ്, അതായത് വെർച്വൽ അഡ്രസ് സ്പേസിൽ നിന്നും അതിനെ ഫിസിക്കൽ അഡ്രസ് സ്പേസിലോട്ട് നമുക്ക് മാപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വരും. മാപ്പ് ചെയ്യുമ്പോൾ നമുക്കവിടെ മെമ്മറി മാനേജ്മെന്റ് കമ്പോണന്റ് വേണം. മെമ്മറി മാനേജ്മെന്റ് ആണ് മാപ്പിംഗ് ചെയ്യുന്നത്. മാപ്പിംഗ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയാ, പേജിങ്, സെഗ്മെന്റേഷൻ, അങ്ങനത്തെ കുറച്ച് മെമ്മറി മാനേജ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐസൊലേഷനും പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഓരോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള മെമ്മറി സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് നിർത്തുക. ഓക്കെ, അതായത് P1 എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന മെമ്മറി ആണെങ്കിൽ അത് P1 വേണ്ടി മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ P2 ആണെന്നുണ്ടെങ്കിൽ P2 കൊടുത്തിരിക്കുന്ന മെമ്മറി സ്പേസിൽ വേറെ ആർക്കും സ്റ്റോർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാതിരിക്കുക. അതാണ് ഐസൊലേഷൻ എന്ന് ഉദ്ദേശിക്കുക. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ മെമ്മറിയും, അതായത് നമുക്ക് ലോവർ മെമ്മറി, അപ്പർ മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറി പോർഷനിൽ യൂസറിന്റെ പ്രോസസ്സ് ഒന്നും കൊണ്ടു നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആ മെമ്മറി പ്രൊട്ടക്ഷൻ നമ്മൾ അവിടെ എൻഷുർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പേജിങ്, സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന മെമ്മറി മാനേജ്മെന്റ് സ്കീമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേജ് ടേബിൾ എന്ന് പറയുന്ന ഹാർഡ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ 3 പോയിന്റുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. OS മാപ്പ് വെർച്വൽ address to physical memory, ensures protection and isolation, uses hardware support such as page tables. Page അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒത്തിരി പോയിന്റ്സ് ഉള്ള പോലെ ഫീൽ ചെയ്താലും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയിക്കോളും. Virtualization makes a single machine behaves like many smaller simpler machines. Virtualization എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, സിംഗിൾ മെഷീൻ ആണ്, പക്ഷെ എന്താണ്, എല്ലാവർക്കും സ്വന്തം സെപ്പറേറ്റ് മെഷീൻ പോലെ ഫീൽ ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് വെർച്വലൈസേഷനകത്ത് പറയാം. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കൺകറൻസി എന്ന് പറയുന്ന ടെക്നിക്കാണ്. കൺകറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോസസ്സറിനെ ഒരേ ടൈമിൽ പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ പ്രോഗ്രാംസിനെ സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന ഇല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്ന കൺസെപ്റ്റ് ആണ് കൺകറൻസി എന്ന് പറയാം. ഓക്കെ, അതായത് അവിടെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺകറൻസിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻ അല്ലേ, ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ 2 ഓപ്പറേഷൻസ് ആണ് ചെയ്യുക. ഒന്നെങ്കിൽ എമൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ വിഡ്രോ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും അല്ലെ. എമൗണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുക. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ 5000 rupees ആണുള്ളത്. ഓക്കെ, ഇപ്പൊ എന്റെ അക്കൗണ്ട് 5000 rupees ഉണ്ട്. ഞാൻ ഒരു 1000 rupees ഞാൻ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാവണം, 4000 ആവണം അല്ലേ. അതുപോലെ തന്നെ ഞാൻ ഒരു 2000 rupees നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അകത്തേക്ക് അതിനുശേഷം ഞാൻ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എമൗണ്ട് ബാലൻസ് ഇപ്പൊ എത്രയാവണം, 6000 ആവണം അല്ലേ. റൈറ്റ്, അതായത് ഫസ്റ്റ് 5000 ഉണ്ടായിരുന്നു, ഞാൻ 1000 വിഡ്രോ ചെയ്തപ്പോൾ അത് 4000 ആയിട്ട് മാറി. പിന്നെ ഞാൻ 2000 ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ എത്രയായിട്ട് മാറി, 6000 ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ വിഡ്രോ, ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന 2 ഓപ്പറേഷൻ ഞാൻ സീരിയലി ചെയ്യുകയാണെങ്കിൽ, സീരിയലി മീൻസ് എന്താണ്, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ, അതായത് ആദ്യമേ ഞാൻ വിഡ്രോ ചെയ്തു, അപ്പൊ 4000 ആയി, പിന്നെ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തു, രണ്ടും കൂടെ കൂടുമ്പോൾ 6000 ആയി. അവിടെ ഞാൻ സീരിയൽ ആയിട്ട് ചെയ്യുമ്പോൾ there is no issue.
ഓക്കെ, അവിടെ എന്താണ് സീരിയൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പറേഷൻസ് സീരിയൽ ആയിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് ആയിരിക്കും. സപ്പോസ് ഈ കൺകറൻസിയിൽ, അതായത് പാരലൽ എക്സിക്യൂഷനകത്ത് അവിടെ സംഭവിക്കുന്നത് എന്താ, ചിലപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എന്താണ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഇടയ്ക്ക് നമുക്ക് ഓർഡർ ഒന്ന് മാറി വന്നാൽ, ഓക്കെ, സപ്പോസ് നമുക്കറിയാം എ ഈക്വൽ ടു എ പ്ലസ് 1, അതാണല്ലോ നമ്മളവിടെ ബാലൻസ് ചെയ്യുന്ന, ബാലൻസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, ബാലൻസ് മൈനസ് വിഡ്രോ എമൗണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ബാലൻസ് പ്ലസ് ഡിപ്പോസിറ്റ് എമൗണ്ട് നമുക്ക് അവിടെ ചെയ്യണം അല്ലെ. അവിടെ നമുക്ക് ആ ഒരു അഡീഷൻ ഓപ്പറേഷൻ ഉണ്ട് ഇല്ലേ, ആ അഡീഷൻ ഓപ്പറേഷനും ആ സബ്ട്രാക്ഷൻ ഓപ്പറേഷനും വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആക്ച്വലി അവിടെ 3 മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ വർക്ക് ചെയ്യാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ, കൗണ്ടർ ഈക്വൽ ടു കൗണ്ടർ പ്ലസ് 1, അതാണല്ലോ കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാല്. കൗണ്ടർ എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം, അതാണ് കൗണ്ടർ പ്ലസ് പ്ലസ്. അവിടെ നമ്മൾ ചെയ്യേണ്ട 3 മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. ഫസ്റ്റ് എന്ത് ചെയ്യണം, കൗണ്ടറിന്റെ വാല്യൂ നമുക്ക് എടുക്കണം. ഓക്കെ, കൗണ്ടറിന്റെ വാല്യൂ എടുക്കണം, അതിന്റെ കൂടുതൽ ഒന്ന് കൂട്ടണം, അത് കഴിഞ്ഞിട്ട് അത് സ്റ്റോർ ചെയ്യണം. ഈ 3 മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് ആ ഒരൊറ്റ സിംഗിൾ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ ഞാൻ ആ പറഞ്ഞ ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, അതായത് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അവിടുത്തെ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എപ്പോഴെങ്കിലും ഒന്ന് അതായത് ഞാൻ ഫസ്റ്റ് എന്താണ് വിഡ്രോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, വാല്യൂ ബാലൻസ് ഞാൻ എടുക്കുന്നു. ബാലൻസ് ഞാൻ എടുത്തു, ബാലൻസ് ഞാൻ ആഡ് ചെയ്തു, വിഡ്രോ ചെയ്തപ്പോൾ ഞാൻ 1000 കുറച്ചു. 1000 കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ, ഓക്കെ, ഞാൻ സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്താണ് എമൗണ്ട് എടുത്ത് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്താൽ അവിടെ സംഭവിക്കുന്ന ഔട്ട്പുട്ട് എത്രയായിരിക്കും എന്ന് പറഞ്ഞേ. സീരിയലി അല്ല, പാരലലി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ആവാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യമേ ഞാൻ എമൗണ്ട് എടുത്ത സമയത്ത് എനിക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ വാല്യൂ എത്രയായിരിക്കും, 5000 ആയിരിക്കും. ഞാൻ അതിനകത്ത് നിന്ന് വിഡ്രോ ചെയ്യുമ്പം എത്രയായിരിക്കും, 5000 1000 പോയി 4000 ആയി. ഓക്കെ, ഞാൻ അത് തിരിച്ച് സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, എമൗണ്ട് എടുത്തിട്ട് ഞാൻ ആ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ എന്റെ കയ്യിലുള്ള എമൗണ്ടിന്റെ വാല്യൂ എത്രയായിരിക്കും, 5000 തന്നെയായിരിക്കും. കാരണം ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്ത എമൗണ്ട് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഞാൻ എടുക്കുക. അപ്പൊ എനിക്ക് 5000 പ്ലസ് 7000, ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയായിരിക്കും, 7000 ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണോ, അല്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമുക്ക് ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് പാരലലി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയാം. അതായത് ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറിനനുസരിച്ച് ഔട്ട്പുട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നോർമലി എനിക്ക് കിട്ടേണ്ടിയിരുന്ന വാല്യൂ 6000 ആണ്. പക്ഷെ ഞാൻ ഈ 6 ഇൻസ്ട്രക്ഷൻസ് അതായത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന 3 ഇൻസ്ട്രക്ഷൻസ്, ഈ 6 ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് ആദ്യത്തതിന്റെ വിഡ്രോ ചെയ്യുമ്പോൾ അതിന്റെ ഒന്നാമത്തെ മൈക്രോ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ മൈക്രോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പാരലലി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏത് ഓർഡറിലാണോ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ സിനാരിയോയ്ക്ക് പറയുന്ന പേരാണ് റേസ് കണ്ടീഷൻ. ഓക്കെ, റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇപ്പോ ഈ കൗണ്ടർ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് കൗണ്ടർ മൈനസ് മൈനസ് എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ 6 മൈക്രോ ഇൻസ്ട്രക്ഷൻസ് വരും. ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് പാരലലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓർഡറിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്ന മൈക്രോ ഇൻസ്ട്രക്ഷൻസിന്റെ ഓർഡറിനനുസരിച്ച് ഔട്ട്പുട്ട് വേരി ചെയ്തു വരാം. ആ സിനാരിയോ, അതായത് ആ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറയുന്ന ആ ഒരു സിനാരിയോയ്ക്ക് പറയുന്ന പേരാണ് റേസ് കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ കൺകറൻസിയിൽ നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് അവിടെ റേസ് കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് പാരലലി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട ഒറിജിനൽ ഔട്ട്പുട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുക, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റേസ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പൊ എപ്പോഴൊക്കെയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺകറൻസി ചെയ്യേണ്ടി വരുന്നത്? ഓക്കെ, അതായത് ഇന്ററപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പം അവിടെ എന്താണ് കൺകറൻസി, അതായത് പാരലലി എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലോട്ട് സ്വിച്ച് ചെയ്ത് പോകുമ്പോഴും കൺകറൻസി വരാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു P1 എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഇൻപുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് P2 ഒരു ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാലും അവിടെയും എന്ത് വരും, കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോ ഈ സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ കൺകറൻസി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇനി ആ കൺകറൻസിയിൽ നമ്മൾ പറഞ്ഞല്ലോ റേസ് കണ്ടീഷൻ പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം, സിൻക്രണൈസേഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം. അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് OS കുറച്ച് ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സെമാഫോർ, മ്യൂട്ടക്സ്, ലോക്ക്, അങ്ങനത്തെ കുറച്ച് അൽഗോരിതംസും കുറച്ച് ടെക്നിക്കുകളും അവിടെ വരുന്നുണ്ട്. ഓക്കെ, സിൻക്രണൈസേഷനൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് വെർച്വലൈസേഷൻ ആണ്. ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുറേ പോയിന്റ്സ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് വെർച്വലൈസേഷൻ ആണ്. വെർച്വലൈസേഷനകത്ത് നമ്മൾ പറഞ്ഞത് CPU വെർച്വലൈസേഷനും മെമ്മറി വെർച്വലൈസേഷനും ആണ് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് കൺകറൻസി. കൺകറൻസിക്കകത്ത് നമ്മൾ പറയേണ്ടത് റേസ് കണ്ടീഷൻ ആണ്. റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓർഡറിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ചേഞ്ചസ്, വേരിയേഷൻസ് വരാം. അതിനെയാണ് നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് പറയാം. എപ്പോഴൊക്കെയാണ് കൺകറൻസി ചെയ്യേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ററപ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും പ്രോസസ്സുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യുന്ന സമയത്തും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പാരലലി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെയാണ് നമുക്ക് കൺകറൻസി വേണ്ടി വരിക. അപ്പൊ ഈ കൺകറൻസിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്കുകളുണ്ട്. അവിടെയാണ് സിൻക്രണൈസേഷൻ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുക. അതിനകത്ത് വരുന്നതാണ് സെമാഫോർ, മ്യൂട്ടക്സ്, ലോക്സ്, പിൻ ലോക്ക്, അങ്ങനത്തെ കുറെ പോയിന്റുകൾ അവിടെ വരുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ്, അതായത് മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തെന്ന് പറയാ, പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം ഒരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം, പ്രൈമറി മെമ്മറി വേണം. CPU എടുത്ത് റൺ ചെയ്യണമെങ്കിൽ അത് എവിടെയായിരിക്കണം, പ്രൈമറി മെമ്മറിയിലുള്ള പ്രോസസ്സിനെയാണ് എന്ത് ചെയ്യുക, റൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് നമുക്കറിയാം വോളറ്റൈൽ ആണോ നോൺ വോളറ്റൈൽ ആണോ? പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വോളറ്റൈൽ ആണോ നോൺ വോളറ്റൈൽ ആണോ? വോളറ്റൈൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ലോസ് ആയി പോവാതെ അതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, പെർസിസ്റ്റൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം. അപ്പൊ നമുക്കറിയാം പ്രൈമറി മെമ്മറിയിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴാണ് ലോസ് ആയി പോകും, കാരണം അത് വോളറ്റൈൽ ആണ്. ഓക്കെ, അപ്പൊ അതിന് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഡേറ്റനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന വാക്കോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡേറ്റനെ പെർമനന്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം പെർമനന്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പെർമനന്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഹാർഡ് ഡിസ്കും അതുപോലെ തന്നെ SSD, ഇതൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഹാർഡ്വെയർ ഡിവൈസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർസിസ്റ്റൻസ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റനെ പ്രൊട്ടക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഫയൽ സിസ്റ്റം അല്ലെ. ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡേറ്റനെ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അല്ലെ. ഡ്രൈവുകളായിട്ടും ഫോൾഡർ, ഡയറക്ടറി, അങ്ങനെ എന്ന് പറഞ്ഞാൽ കുറെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഫയൽ നമുക്ക് സേവ് ചെയ്യണം, നമുക്കറിയാം എന്താണ് ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ഫയലിന് ഡിസ്കിന് എന്ത് ഒരു പ്ലേസ് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഡേറ്റനെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഫയലിന് ഒരു പേരും അതിന്റെ എന്താ പറയാ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം നമുക്ക് അസൈൻ ചെയ്ത മെറ്റാഡേറ്റ കൊടുക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഒരു ഫയൽ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം അവിടെ നമ്മൾ പറയുന്നുള്ളൂ. ഡേറ്റനെ പെർമനന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാന്നുള്ളതാ. ഡേറ്റ നമുക്ക് ലോസ് ആയി പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസസിനകത്ത് എന്ത് ചെയ്യാം, ഡേറ്റനെ കെപ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി അവിടെ നമ്മള് അവിടെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിലോട്ട് പോകുന്ന സിറ്റുവേഷൻസ് വരും. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ജേർണലിംഗ്, കോപ്പി ഓൺ റൈറ്റ്,
മൾട്ടിപ്പിൾ കോപ്പി, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ടെക്നിക്കുകൾ ഉണ്ട്. ഓക്കെ, അവിടെ ഇതെല്ലാം നമ്മൾ ഡേറ്റനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇത്രയുമാണ് മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്ന 3 എണ്ണം. ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻട്രൊഡക്ഷനകത്ത് പറയുന്നത് മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 3 എണ്ണം. വെർച്വലൈസേഷനും കൺകറൻസി ആൻഡ് പെർസിസ്റ്റൻസ്, 3 പോയിന്റ്സ്. ഓക്കെ, രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് ആണ്. മെയിൻ ആയിട്ടും നമ്മളെല്ലാരും ഈ ഓയിസ് പഠിക്കുമ്പോൾ തന്നെ എല്ലാവരും തന്നെ പഠിച്ചിട്ടുണ്ട് കുറെ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ്? ഫയൽ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, പ്രോസസർ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസിനകത്ത് വരാം. ഓക്കെ, അതായത് ആസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഇന്റർഫേസ് എന്നുള്ള രീതിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഇതിന്റെ അകത്ത് 9 പോയിന്റ്സ് ആണ് ഇട്ട് വരാം. പോയിന്റ്സിന്റെ എന്താ പറയാ ഹെഡിങ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ് ആണ്. അതായത് നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള വോയിസിന്റെ ഡെഫിനേഷൻ തന്നെ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ്. ഇറ്റ് ഈസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സർവീസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇന്റർഫേസ് പറയാം, യൂസർ ഇന്റർഫേസ്. ഇനി എത്ര ടൈപ്പിലുള്ള യൂസർ ഇന്റർഫേസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? എത്ര ടൈപ്പിലുള്ള ഇന്റർഫേസസ് ആണുള്ളത്? 3 രീതിയിലുള്ള ഇന്റർഫേസസ് ആണുള്ളത്. ഒന്ന് കമാൻഡ് ലൈൻ ഇന്റർഫേസ്, ദെൻ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, ദെൻ മൂന്നാമത്തെ ടച്ച് സ്ക്രീൻ. ഓക്കെ, ഇത് ഓരോന്നും എന്താണെന്ന് പറയേണ്ട ആവശ്യമോ? അറിയാമോ? അത് ഞാൻ എല്ലാം പറഞ്ഞു പോണോ? ഇന്റർഫേസ് എന്ന് പറയുന്നത് കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിക്സ്, ലിനക്സ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ് അല്ലെ. കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും നമ്മൾ ഷെൽ സ്ക്രിപ്റ്റിംഗിലൊക്കെയാണ് നമ്മൾ കമാൻഡ് ലൈൻ ഇന്റർഫേസ് വരുന്നത്. ഓക്കെ, ഷെൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെല്ല്, കേണൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ വരുന്നിടത്ത് അല്ലെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് 2 പാർട്ടായിട്ട് വേണമെങ്കിൽ പറയാം. എങ്ങനെയൊക്കെയാണ്? കേണൽ എന്നും ഷെൽ എന്നും. കേണൽ എന്ന് പറയുന്നത് ഇന്നർ പാർട്ട് തന്നെയാണ്, OSന്റെ ഇന്നർ പാർട്ട്, അല്ലെങ്കിൽ എന്താ പറയാ കോർ എന്ന് പറയാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോറിനെയാണ് നമ്മൾ കേണൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം. ഇനി അതിന്റെ ഔട്ടർ മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന പേരാണ് എന്ത്? ഷെൽ എന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന യൂണിക്സ് കമാൻഡ്സുകളും ലിനക്സ് കമാൻഡ്സുകളൊക്കെ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന യൂസറിന്റെ ഇന്റർഫേസ് വരുന്ന പോർഷനാണ് എന്തെന്ന് പറയാം? ഷെൽ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഷെല്ലിലാണ് നമ്മൾ കമാൻഡ്സ് ഒക്കെ കൊടുക്കുക. പക്ഷെ ആക്ച്വലി ഈ കമാൻഡ്സ് എവിടെ വർക്ക് ചെയ്യാം? ഇന്നർ പാർട്ട്, അതായത് കേണലിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. കേണലിലാണ് ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കമാൻഡ് ലൈൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ യൂണിക്സ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർഫേസ് ആണ് എന്ത്? കമാൻഡ് ലൈൻ ഇന്റർഫേസ്. ഇനി വിൻഡോസ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർഫേസ് ആണ് എന്ത്? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ? ഐക്കൺസും അതുപോലെ തന്നെ മെനു പോയിന്റർ, നമ്മുടെ മൗസ് പോയിന്ററും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് പോലെയുള്ള, ഐഫോൺ പോലെയുള്ള ടച്ച് സ്ക്രീൻ ഇന്റർഫേസുകൾ. ഇങ്ങനെ 3 ടൈപ്പിലുള്ള ഇന്റർഫേസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന 3 ടൈപ്പിലുള്ള ഇന്റർഫേസ് ആണ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, ടച്ച് സ്ക്രീൻ ഇന്റർഫേസ്. ഓക്കെ, ഇത് ഒന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ, യൂസർ ഇന്റർഫേസ്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, ആസ് എ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇപ്പൊ നമ്മളോടൊക്കെ ഒരു സിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മള് ഏതെങ്കിലും ഒരു എഡിറ്റർ എടുക്കും അല്ലെ. എഡിറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യും? പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യും. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യും? .c ആയിട്ട് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് പ്രോഗ്രാം എന്ന് പറയാം. അതായത് കുറെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് എന്തായിട്ട് മാറി? പ്രോഗ്രാം ആയി. ഓക്കെ, പക്ഷെ അതൊരു പ്രോസസ് ആവണമെങ്കിൽ എന്താവണം? അതിനെന്ത് ചെയ്യണം? ചുമ്മാ നമ്മളൊരു ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് എഡിറ്ററിനകത്ത് ടൈപ്പ് ചെയ്ത് .c ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പ്രോഗ്രാം ആയി. പക്ഷെ അതിനെ എന്താ പ്രോസസ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എപ്പോഴാണ് അത് പ്രോസസ് ആവുക? ആ സെക്കൻഡറി സ്റ്റോറേജിലുള്ള ആ ഒരു പ്രോഗ്രാമിനെ CPU എടുത്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇറ്റ്സ് എ പ്രോസസ്.
ഓക്കെ, ആ പ്രോഗ്രാമിനെ നമ്മൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രോസസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യമേ എന്ത് ചെയ്യണം? മെമ്മറിയിൽ നിന്നും പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് അതിനെ എന്ത് ചെയ്യണം? റൺ ചെയ്യണം. ഓക്കെ, റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാം സെക്കൻഡറി സ്റ്റോറേജിലുള്ള പ്രോഗ്രാമിനെ റൺ ചെയ്യുമ്പോൾ പ്രോസസ് ആവും എന്ന് പറഞ്ഞല്ലോ. പ്രോസസ് ആവണമെങ്കിൽ അവിടെ എന്തൊക്കെ വരണം? ആ പ്രോഗ്രാമിനെ ഞാൻ മെയിൻ മെമ്മറിയിൽ കൊണ്ടുവന്നിടണം, ഇല്ലേ? അപ്പൊ അവിടെ മെമ്മറി ഒരു റിസോഴ്സ് ആയി. ഓക്കെ, CPU ആണ് ഇതെന്ത് ചെയ്യുന്നത്? ഇതിനെ എടുത്ത് റൺ ചെയ്യുന്നത് ആരാണ്? CPU ആണ്. അപ്പൊ അവിടെ CPU എന്ന് പറയുന്ന റിസോഴ്സ് ആയി. ഇനി എന്താണ്? ഇനി ആ പ്രോഗ്രാമിന് എന്തെങ്കിലും ഇൻപുട്ട് ഡേറ്റ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യണം, വേണ്ടേ? അപ്പൊ അവിടെ എന്തായി? ഇൻപുട്ട് ഡിവൈസസ് വന്നു. ഇനി അവസാനം ഇതിന്റെ എല്ലാം ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യണം? സ്ക്രീനിൽ നമുക്ക് കാണണമെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസ് വേണം. ഓക്കെ, അപ്പം ഈ പറയുന്ന റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ വരാം? CPU ആവാം, മെമ്മറി എന്ന് പറയുന്ന പ്രൈമറി മെമ്മറി ആവാം, സെക്കൻഡറി മെമ്മറി ആവാം, പിന്നെന്താവാം? ഇൻപുട്ട് ഡിവൈസസ് ആവാം, ഔട്ട്പുട്ട് ഡിവൈസ് ആവാം. ഇതെല്ലാം എന്താണ്? റിസോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറെ ഇൻസ്ട്രക്ഷൻസ് സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് പ്രോഗ്രാമായി. അതിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് വേണം. ഓക്കെ, സിസ്റ്റം. ഓക്കെ, അത് ചെയ്യുന്ന ആളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ദെൻ ഇപ്പൊ ഇനി ആ ഒരു പ്രോസസ്സ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരാം. അതിന്റെ റിസോഴ്സസ് എല്ലാം എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അതിന്റെ എക്സിക്യൂഷൻ സ്റ്റേറ്റിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ട്രാക്ക് ചെയ്യേണ്ടി വരും. അതിനെ എപ്പോഴെങ്കിലും റെസ്യൂം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? കറന്റ് ചെയ്യുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു പ്രോസസ്സിനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ടിയൊക്കെ വരാം. ഓക്കെ, അപ്പൊ ആസ് എ പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പ്രോസസ് എന്ന് പറയാം. അപ്പൊ ആ പ്രോസസ്സിന്റെ ഫുൾ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് രണ്ടാമത്തെ സർവീസ് ആയിട്ട് പറയുന്നത്, പ്രോഗ്രാം എക്സിക്യൂഷൻ. 1 സെക്കൻഡ്. മൂന്നാമത്തെ പോയിന്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസിന്റെ മൂന്നാമത്തെ പോയിന്റ് ആണ് IO ഓപ്പറേഷൻസ് എന്ന് പറയാം. IO ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു നമ്മളോട് പറയാണ് 2 നമ്പേഴ്സിന്റെ സം കാണാനുള്ള C പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു C പ്രോഗ്രാം എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി അതിനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കുക. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രോസസ് ആവുമല്ലോ. ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം? 2 നമ്പർ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണം. ഓക്കെ, ആ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻപുട്ട് ഓപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ എനിക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് 2 നമ്പേഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് വരണം, അല്ലെ? അപ്പൊ എനിക്ക് സ്ക്രീനിൽ ഒരു ഔട്ട്പുട്ട് മെസ്സേജ് വരണം. ഇങ്ങനെയുള്ള ഈ IO ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ പറ്റുള്ളൂ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ IO ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? അവിടെ ഒരു ഐഡിയൽ ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത് തരുന്നത്? ഈ സർവീസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ആളാരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സിസ്റ്റം കോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നത്തിങ് ബട്ട് ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ സിക്കകത്തൊക്കെ പറയുന്ന പോലെ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് ഏതൊക്കെ? റീഡ്, റൈറ്റ്, ഓപ്പൺ, ക്ലോസ്, IO കൺട്രോൾ എന്നൊക്കെ പറയുന്ന കുറച്ച് സിസ്റ്റം കോൾസ് നമുക്ക് സിസ്റ്റം കോൾസ് പഠിക്കാനുണ്ട്. അപ്പൊ ഈ സിസ്റ്റം കോൾസ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്ന കുറച്ച് എന്താ പറയാ സിസ്റ്റം കോൾസ് ആണ് ഇതെല്ലാം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഒന്നാമത്തെ എന്തായിരുന്നു? യൂസർ ഇന്റർഫേസ്. രണ്ടാമത്തെ എന്തായിരുന്നു? പ്രോഗ്രാം എക്സിക്യൂഷൻ. മൂന്നാമത്തെ IO ഓപ്പറേഷൻസ്. ഓക്കെ, ദെൻ നാലാമത്തതാണ് ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ. ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡേറ്റയാണ്. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റനെ നമ്മൾ ഡയറക്ടറി, ഫോൾഡർ, സബ് ഫോൾഡർ എന്നൊക്കെ പറയുന്ന ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? ഡേറ്റനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഡയറക്ടറിനെ ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഫയലിലേക്ക് കണ്ടന്റ്സ് റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, ഡയറക്ടറി സ്ട്രക്ചേഴ്സിനെ മൂവ് ചെയ്യുക, ഫയൽ പെർമിഷൻസും ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അതിനെ മാനേജ് ചെയ്യുക. ഇങ്ങനെയുള്ള സർവീസസ് എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ ഫയൽ സിസ്റ്റം മാനിപ്പുലേഷന് വേണ്ടിയിട്ട്. ഫയൽ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ പറയുന്ന സർവീസസ് എല്ലാം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ആണ് ചെയ്യുന്നത്? എന്തൊക്കെ ചെയ്യും? ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, ഡയറക്ടറീസിനെ ക്രിയേറ്റ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും, ഫയൽസ് കണ്ടന്റ്സ് റീഡ് ചെയ്യും, റൈറ്റ് ചെയ്യും, ഡയറക്ടറി സ്ട്രക്ചേഴ്സിനെ മൂവ് ചെയ്യും, ഫയലിന്റെ പെർമിഷൻസ് മാനേജ് ചെയ്യും. ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതാണ്. ഏതിനു വേണ്ടിയിട്ടാണ്? ഫയൽ സിസ്റ്റം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നാലാമത്തെ കഴിഞ്ഞ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ്. അതായത് ഒരു പ്രോസസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് പ്രോസസ്, രണ്ട് പ്രോസസ്, ഇപ്പൊ P1 P2 എന്ന് പറയുന്ന രണ്ട് പ്രോസസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ രണ്ട് പ്രോസസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കാം, ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ഡിപ്പെൻഡന്റ് ആയിരിക്കാം. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ദർ ഇസ് നോ ഇഷ്യൂ. അതായത് ഒരു പ്രോസസ്സ് റൺ ചെയ്യുന്നത് വേറൊരു പ്രോസസ്സിനെ എഫക്ട് ചെയ്യത്തേ ഇല്ല. ഓക്കെ, പക്ഷെ ചിലപ്പോൾ അവ ഡിപ്പെൻഡന്റ് ആവാം. രണ്ട് പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ അവ എങ്ങനെയായിരിക്കാം? കോഓപ്പറേറ്റിംഗ് പ്രോസസ് ആവാം. കോഓപ്പറേറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് ആവാം. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ പ്രോസസ്സുകൾ തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഡേറ്റ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ടെക്നിക്സുകളുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ പൈപ്പ് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷെയർഡ് മെമ്മറി മെത്തേഡ് ഉപയോഗിക്കാം, മെസ്സേജ് പാസിംഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോക്കറ്റ് അഡ്രസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ ഷെയർ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് കേട്ടോ. ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് പൈപ്പ്, ഷെയർഡ് മെമ്മറി, മെസ്സേജ് പാസിംഗ്, സോക്കറ്റ് അഡ്രസ്സിങ്. ഇതെല്ലാം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. ഓക്കെ, ഇനി ഈ IPC പോലെ തന്നെ വേറെയും മെത്തേഡ്സ് ഉണ്ട്. RPC എന്ന് പറയും. RPC, റിമോട്ട് പ്രൊസീജിയർ കോൾ. ഓക്കെ, അതായത് നെറ്റ്വർക്കിംഗിൽ നമ്മൾ വരുമ്പോൾ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്റർനെറ്റ് പോലെയുള്ള നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റുകളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഒരുപക്ഷെ ഡേറ്റ നമുക്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം, RPC, അതുപോലെ തന്നെ TCP/IP സോക്കറ്റ്സ്. ഓക്കെ, ഇനി നെറ്റ്വർക്കിംഗ് ഡിവൈസസ് അല്ലാത്ത ഉള്ളിടത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? രണ്ട് പ്രോസസ്സുകൾ തമ്മിൽ നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് പാസിങ്ങോ, അല്ലെങ്കിൽ ഷെയർഡ് മെമ്മറി കൺസെപ്റ്റോ, അല്ലെങ്കിൽ പൈപ്പോ, അങ്ങനെ എന്ത് മെത്തേഡ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോ 5 പോയിന്റുകൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഏതായിരുന്നു? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? ആരെങ്കിലും യൂസർ ഇന്റർഫേസ് 3 നമ്മൾ പറഞ്ഞു. കമാൻഡ് ലൈൻ ഇന്റർഫേസ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, ടച്ച് സ്ക്രീൻ. ഓക്കെ, പിന്നെ രണ്ടാമത് പറഞ്ഞ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ അല്ലേ? പ്രോഗ്രാം എക്സിക്യൂഷൻ പറഞ്ഞു. മൂന്നാമത്തത് IO ഓപ്പറേഷൻസ്. നാലാമത്തത് ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ. അഞ്ചാമത്തത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ്. ഓക്കെ, ഇനി ആറാമത്തത് റിസോഴ്സ് അലോക്കേഷൻ ആണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ പോയിന്റ് എന്തായിരുന്നു? ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ പ്രോസസ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം അലോക്കേറ്റ് ചെയ്യണം. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? CPU ആവാം, മെമ്മറി ആവാം, സ്റ്റോറേജ് സ്പേസ് ആവാം, IO ഡിവൈസസ് ആവാം. ഇതൊക്കെ റിസോഴ്സസ് ആണ്. ഈ റിസോഴ്സസിനെല്ലാം അലോക്കേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഈ റിസോഴ്സസിനെല്ലാം അലോക്കേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഷെഡ്യൂളിംഗ്, അതായത് CPUവിന്റെ കേസിനകത്ത് വരുമ്പം ഷെഡ്യൂളിംഗ്, ഏത് പ്രോസസ്സിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കണം. ഏത് പ്രോസസ്സിന് ആദ്യമേ CPU കൊടുക്കണം, ഏത് പ്രോസസ്സിന് മെമ്മറി കൊടുക്കണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഷെഡ്യൂളിംഗ് ആണ്. പിന്നെ മെമ്മറി അലോക്കേഷൻ, പേജിംഗ് ഉപയോഗിക്കണോ സെഗ്മെന്റേഷൻ ഉപയോഗിക്കണോ എന്നുള്ള പേജിംഗ് ഇത് രണ്ടും മാനേജ്മെന്റ് സ്കീമാണ്, മെമ്മറി മാനേജ്മെന്റ് സ്കീം ആണ്. പിന്നെ ഡിസ്ക് ഷെഡ്യൂളിംഗ് ആണ്, ഫയൽ ഷെഡ്യൂളിംഗ് ആണ്. ഫയലിനകത്ത് എങ്ങനെയാണ് നമ്മൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടത്? ഇതെല്ലാം കാര്യങ്ങളും ആരുടെ കൺട്രോളിലാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൺട്രോളിലാണ്. അതാണ് റിസോഴ്സ് അലോക്കേഷനകത്ത് പറയുന്നത്. Then 7th point is accounting or logging. Accounting or logging എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോസസ്സ്, ഇപ്പൊ സപ്പോസ് P1 എന്ന് പറയുന്ന പ്രോസസ്സ് CPU യൂസ് ചെയ്യുന്ന എത്രമാത്രം ടൈം യൂസ് ചെയ്യുന്നുണ്ട്, കേർണൽ ടൈം എത്രയുണ്ട്, യൂസർ ടൈം എത്രയുണ്ട്, അതിനാവശ്യമായിട്ടുള്ള മെമ്മറി ഡീറ്റെയിൽസ്, അതിനാവശ്യമായിട്ടുള്ള ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്, അത് ഏതൊക്കെ IO ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആസ് പെർ ഓരോ പ്രോസസ്സിനും വേണ്ടിയിട്ട്, ഓരോ പ്രോസസ്സിനും ആവശ്യമായിട്ടുള്ള ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം കീപ്പ് ചെയ്യണം.
ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷനാലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, അതായത് ഒരു പ്രോസസ്സിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാന്നുള്ളത്. അതാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞത്. പിന്നെ എട്ടാമത്തതാണ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. നമുക്കറിയാലോ എന്താ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റിക്കകത്ത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പറയുന്നത് ഒരു എന്താ പറയാ കൺട്രോൾ, ആക്സസ് കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, അതിനൊരു ടേബിളൊക്കെ ഉണ്ട്. ആ ടേബിളിനകത്ത് നമുക്ക് കുറച്ച് വാല്യൂസും കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റേനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി മാനേജ്മെന്റ് സ്കീമിനനുസരിച്ച് നമുക്ക് ഡേറ്റ പ്രൊട്ടക്ഷൻ, ഫയൽ പ്രൊട്ടക്ഷൻ ഒക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. മോഡേൺ സിസ്റ്റം മസ്റ്റ് എൻഷുർ ദാറ്റ് യൂസേഴ്സ് കനോട്ട് ആക്സസ് ഈച്ച് അതേഴ്സ് പ്രൈവറ്റ് ഡേറ്റ. ഓരോ യൂസറും എന്ത് ചെയ്യണം, ഓരോ യൂസറിന്റെ ഡേറ്റ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അതായത് യൂസർ 1ന് യൂസർ 2ന്റെ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ പാടില്ല. യൂസർ 2 യൂസർ 1ന്റെയും യൂസർ 1 യൂസർ 2ന്റെ ഡേറ്റനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യരുത്. അപ്പൊ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പ്രോസസ് കനോട്ട് ഇന്റർഫെയർ വിത്ത് ഈച്ച് അതർ. അതുപോലെ തന്നെ പ്രോസസ് എന്ന് പറയുന്നത് കോപ്പറേറ്റിംഗ് ആണെങ്കിലും ഇൻഡിപെൻഡന്റ് ആണെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി പാടില്ല. മലീഷ്യസ് പ്രോഗ്രാംസ് കനോട്ട് ഡാമേജ് സിസ്റ്റം. എന്തെങ്കിലും ഒരു വൈറസ് ഉള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, അത് ഡാമേജ് ആക്കരുത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസർ ഓതന്റിക്കേഷൻസ് ഉണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്, ആക്സസ് കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്, അതുപോലെ തന്നെ എൻക്രിപ്ഷൻ മെത്തേഡ്സ് ഉണ്ട്, ഇനി ആന്റിവൈറസ് ഇന്റഗ്രേഷൻ മെത്തേഡ്സ് ഉണ്ട്, യൂസർ പ്രോസസ്സിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദ 8th പോയിന്റ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് എറർ ഡിറ്റക്ഷൻ ആൻഡ് ഹാൻഡ്ലിംഗ്. ഓക്കെ, ഇനി സപ്പോസ് എന്തെങ്കിലും ഒരു IO ഡിവൈസസിനകത്തോ അല്ലെങ്കിൽ എന്ത് CPU ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന്റെ ഇടയ്ക്കോ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ അത് ഓൾസോ ഹാൻഡിൽ ചെയ്യണം അല്ലേ. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു നമ്പറിനെ നമുക്ക് 0 വെച്ചിട്ട് നമുക്ക് ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുന്നത് എന്താണ്, പോസിബിൾ ആണോ ഡിവൈഡഡ് ബൈ 0? അങ്ങനത്തെ കുറച്ച് എന്താ പറയാ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് എറേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള എറേഴ്സും കാര്യങ്ങളൊക്കെ വന്നാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ട്രാപ്പ് എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എന്താ പറയാ ഒരു പ്രയോറിറ്റി കൂടിയ ഒരു ഇന്ററപ്റ്റ് എന്നുള്ള മീനിങ്ങിലാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി സ്വിച്ചസ് ടു ദ കേണൽ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് അവിടെ പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് ചെയ്യാറ്. അങ്ങനെ എന്തെങ്കിലും ഒരു എറേഴ്സ്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള എറേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്ന ബാഡ് ഡിസ്ക് സെക്ടേഴ്സ്, ഇൻവാലിഡ് മെമ്മറി ആക്സസ്, അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് പ്രോഗ്രാം ടെർമിനേഷൻ, പാരിറ്റി ആൻഡ് ചെക്ക് ഫെയിലിയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ടൈമേഴ്സ്. ഇതൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള എറേഴ്സിനെയൊക്കെ ഹാൻഡിൽ method provide operating system.